പിലിക്കോട് ഗ്രാമപഞ്ചായത്തും 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. കൃഷിക്കും ആരോഗ്യത്തിനും മുൻഗണന നൽകുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് CV ചന്ദ്രമതി അവതരിപ്പിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. തരിശുരഹിത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തോടൊപ്പം സമഗ്ര നെൽകൃഷി വ്യാപനം, തെങ്ങിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൽ, ഔഷധ സസ്യ കൃഷി എന്നിവയ്ക്ക് പിലിക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ ബജറ്റ് ഊന്നൽ നൽകുന്നു. മുട്ട, പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടുന്നതിനോടൊപ്പം തന്നെ മുറ്റത്തൊരു മീൻതോട്ടം പദ്ധതിയും മൃഗസംരക്ഷണ മേഖലയിൽ പേവിഷബാധ നിയന്ത്രണത്തിനായുള്ള പ്രത്യേക പദ്ധതിയും ബജറ്റിൽ വിഭാവനം ചെയ്യുന്നുണ്ട്. ആരോഗ്യ മാലിന്യ സംസ്കരണ മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്നതാണ് പുതിയ ബജറ്റ് നിർദ്ദേശങ്ങൾ. 30 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ജനങ്ങൾക്കും രോഗനിർണയ പരിശോധനയും തുടർ ചികിത്സയും ഉറപ്പാക്കുന്നതോടൊപ്പം ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനും ഡയാലിസിസ് രോഗികൾക്കുള്ള മരുന്നും അനുബന്ധ സേവനങ്ങളും ലഭ്യമാക്കാനും പദ്ധതിയുണ്ട്. മാലിന്യ സംസ്കരണം ഒരു ജീവിതചര്യയായി മാറ്റുന്നതിനായി പ്രൈമറി സ്കൂൾ തലം മുതൽ ബോധവൽക്കരണ പരിപാടികളും നടപ്പിലാക്കും. കൂടാതെ പുതിയ MCF ബെയിലിംഗ് മെഷീൻ എന്നിവ സജ്ജമാക്കി ശുചിത്വ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കും. ദുരന്ത നിവാരണത്തിനായി എല്ലാ വാർഡുകളിലും ക്വിക്ക് ആക്ഷൻ റെസ്പോൺസ് ടീം രൂപീകരിക്കുമെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV ചന്ദ്രമതി അവതരിപ്പിച്ച ബജറ്റിൽ പറയുന്നു. വൈവിധ്യമാർന്ന വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ പഞ്ചായത്തിലെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മുൻ ഭരണസമിതി അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, ആസൂത്രണ സമിതി, വാർഡ് വികസന സമിതി, കുടുംബശ്രീ, സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ, പൊതുജന പ്രവർത്തകർ തുടങ്ങിയ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ നാം കൈവരിച്ച നേട്ടങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അസമത്വത്തിനെതിരെയുള്ള പോരാട്ടം, കാലാവസ്ഥാ വ്യതിയാനം നേരിടാൻ തുടങ്ങിയവയും കൂടാതെ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട വികസന നേട്ടങ്ങൾ തുല്യമായ വികസനത്തിലൂടെയും പാരിസ്ഥിതിക സുസ്ഥിരതയിലൂടെയും ദാരിദ്ര്യ ലഘൂകരണ പ്രവർത്തനങ്ങളിലൂടെയും നേടിയെടുക്കുന്നതിനുള്ള വിപുലമായ ഇടപെടലുകളാണ് 16 പഞ്ചവത്സര പദ്ധതി കാലയളവിൽ കേരളത്തിലുടനീളം നടന്നത്. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് E കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. ഒരു ഗ്രാമപഞ്ചായത്ത്, ആ ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മുദ്രാവാക്യം അതുപോലെ 2 വാക്കിൽ വന്നു. സാമ്പത്തികപരമായിട്ടുള്ള സുസ്ഥിരതയും സാമൂഹ്യമായിട്ടുള്ള നീതി. ഈ രണ്ടും വന്നാൽ നമ്മുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി കഴിയുന്ന നിലയിലേക്ക് ഒരു ഗ്രാമത്തിലെ ജനങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. സെക്രട്ടറി V മധുസൂദനൻ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.